നമസ്കാരം. രാജ്യത്തെ മെഡിക്കൽ പ്രവേശനത്തിനുള്ള പ്രവേശന പരീക്ഷയായ നീറ്റ് സംബന്ധിച്ച വിവാദം പിന്നെയും വാർത്തകളിൽ ഇടം പിടിച്ചു വരുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പരീക്ഷാ പേപ്പർ ചോർന്നുവെന്ന പരാതിയും CBI അടക്കമുള്ള ഏജൻസികളുടെ അന്വേഷണവും അറസ്റ്റും ഒരു വഴിക്ക് നടക്കുമ്പോൾ പരീക്ഷാ നടത്തിപ്പിന്റെ ഉത്തരവാദിത്വമുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും കേന്ദ്ര സർക്കാരും യഥാർത്ഥ സത്യം പുറത്തു വരാതിരിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ കുരുങ്ങി കഷ്ടപ്പെടുന്ന സാഹചര്യമാണ് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ളവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നത്. നീറ്റും നെറ്റ് പരീക്ഷകളും റദ്ദാക്കിക്കൊണ്ട് പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുനഃപരീക്ഷ വേണമെന്ന ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് പരമോന്നത നീതിപീഠം കഴിഞ്ഞ ദിവസം ഉയർത്തിയ സംശയവും സർക്കാരിന്റെയും NDAയുടെയും വാദങ്ങളിലെ നിഗൂഢതകളിലേക്ക് ഉന്നം വെച്ചത്. പരീക്ഷ നടക്കുന്നതിന് 40 മിനിറ്റ് മുമ്പ് മാത്രമാണ് ചോദ്യപേപ്പർ ചോർന്നതെന്ന് NDAയുടെ വാദപ്രതിവാദത്തിലേക്ക് കോടതി ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പരീക്ഷ നടത്തിയ ദിവസം രാവിലെ 8-നും 9:20-നും ഇടയ്ക്കാണ് ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നത്. CBI കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ സമയത്തിൽ പരീക്ഷാ കേന്ദ്രത്തിൽ വെച്ച് ഒരാൾ ചോദ്യപേപ്പറിന്റെ ഫോട്ടോ പകർത്തിയെന്നാണ് വസ്തുത. ജാർഖണ്ഡിലെ ഹസാരിബാഗ് പരീക്ഷാ കേന്ദ്രത്തിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. NDAയ്ക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ വിശദീകരണമാണ് കോടതിയെ മുൾമുനയിൽ നിർത്തിയത്. 45 മിനിറ്റ് സമയത്തിനുള്ളിൽ ചോദ്യപേപ്പർ മുഴുവനും ചോർത്തിയതിനു ശേഷം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടുപിടിച്ചതിന് ശേഷവും വിദ്യാർത്ഥികൾക്ക് കൈമാറിയെന്ന നിഗമനം തികച്ചും വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞത്. പരീക്ഷ 10:15-ന് ആരംഭിക്കാനിരിക്കെ 180 ചോദ്യങ്ങളുടെ ഉത്തരം ഈ സമയത്തിനുള്ളിൽ കണ്ടെത്താനാകുമോ എന്നതാണ് ജസ്റ്റിസുമാരായ JP പർഡിവാല, മനോജ് മിശ്ര എന്നിവരുൾപ്പെട്ട ബെഞ്ച് സംശയം പ്രകടിപ്പിച്ചപ്പോൾ ചോദ്യങ്ങൾ സംഘത്തിലെ 7 അംഗങ്ങൾക്കായി 2ആയി പിളർത്തിക്കൊടുത്തെന്നായിരുന്നു സോളിസിറ്റർ ജനറലിന്റെ വിചിത്രമായ മറുപടി. 3/4 മണിക്കൂർ കൊണ്ട് 180 ചോദ്യങ്ങളുടെ ഉത്തരം തട്ടിപ്പ് നടത്തിയവർ കണ്ടെത്തി വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ട് അവർ അതിനെ മനഃപ്പാടമാക്കിയത് സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യവുമല്ല. ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ നരേന്ദ്ര ഹൂഡ കേന്ദ്ര ഏജൻസിയുടെ വാദത്തെ പൊളിച്ചെടുക്കുകയായിരുന്നു. ഹസാരിബാഗിലെ സ്വകാര്യ കൊറിയർ കമ്പനിയുടെ കൈവശമായിരുന്നു 6 ദിവസം ചോദ്യപേപ്പർ ഉണ്ടായിരുന്നതെന്നും ഇലക്ട്രിക് ഓട്ടോറിക്ഷയിലാണ് അവ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്തിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പരീക്ഷാ കേന്ദ്രത്തിന്റെ പ്രിൻസിപ്പൽ ചോദ്യപേപ്പർ ചോർത്തലുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായെന്നും ചൂണ്ടിക്കാണിച്ച അദ്ദേഹം നീറ്റ് UG പ്രവേശന പരീക്ഷ റദ്ദാക്കണമെന്ന ആവശ്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പരീക്ഷയുടെ വിശ്വാസ്യത പോയെന്ന് തെളിഞ്ഞാൽ മാത്രമേ പുനഃപരീക്ഷയ്ക്ക് ഉത്തരവ് കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി വിദ്യാർത്ഥികൾക്ക് കിട്ടിയ മാർക്ക് പ്രസിദ്ധീകരിക്കാൻ NDAയ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. 23 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ വീണ്ടും നടത്താൻ ഉത്തരവിട്ടാൽ സാമൂഹ്യമായ പ്രത്യാഘാതം സംഭവിക്കുമെന്ന് പരമോന്നത കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. വിദ്യാർത്ഥികളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ റോൾ നമ്പർ മറച്ച് ഓരോ സെന്ററിലും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ മാർക്ക് വിശദമായി പ്രസിദ്ധീകരിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് 5 മണിക്കുള്ളിൽ മാർക്ക് പ്രസിദ്ധീകരിക്കണമെന്നും തിങ്കളാഴ്ചയോടെ വിഷയത്തിൽ തീരുമാനമെടുക്കണമെന്നും കോടതി പറഞ്ഞിട്ടുമുണ്ട്. പിന്നീട് സുപ്രീം കോടതി ഇടപെടലിൽ ഈ വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷയും നടത്തുകയുണ്ടായി. അതിനിടയിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ CBIക്ക് ഒട്ടേറെ പേരെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. ബീഹാർ, മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലാണ് CBI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റിലായ ബീഹാർ സ്വദേശിയായ പരീക്ഷാർത്ഥി തനിക്ക് ചോർത്തിക്കിട്ടിയ ചോദ്യപേപ്പറും പരീക്ഷയ്ക്ക് കിട്ടിയതും ഒന്നു തന്നെയാണെന്നാണ് മൊഴി നൽകിയിരുന്നത്. പേപ്പർ ചോർച്ച പുറത്തു വരാതിരിക്കാൻ അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് NDA സുപ്രീം കോടതിയിൽ പൊട്ടവാദങ്ങൾ ഉന്നയിച്ച ദിവസവും പാട്ന എയിംസിലെ 4 മെഡിക്കൽ വിദ്യാർത്ഥികളെ CBI കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനാണ് ഒരു തടസ്സമായി മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ മേന്മയെ പോലും മോശമാക്കുന്ന വിധത്തിലുള്ള പരീക്ഷാക്രമക്കേട് എളുപ്പമാക്കുന്നതിനുള്ള ദേശീയ പരീക്ഷാ ഏജൻസിയുടെ ശ്രമം നടക്കുന്നത്. ഇനി ഈ വരുന്ന തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ നിന്ന് ഇതിന് പരിഹാരമുണ്ടാകുന്ന തരത്തിൽ നീതിപൂർവമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.